ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ടർട്ടിൽ വൈൻ. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എപ്പോഴും പരിപാലിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ടർട്ടിൽ വൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ടർട്ടിൽ വൈൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൽ പാമ്പ് വന്ന് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അടുത്ത് നിങ്ങൾ പല ന്യൂസുകളും കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടായിരിക്കും ടർട്ടിൽ വൈനിൽ പാമ്പുകൾ വന്ന് കൂടുന്നതിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ടർട്ടിൽ വൈനിൽ പാമ്പ് വന്ന് കൂടുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെ ഈ പാമ്പ് വരുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം, വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാം, ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും ഇമേജ് ആയിട്ടും എല്ലാവർക്കും ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രമേ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി മെസ്സേജ് അയക്കുന്ന മുമ്പായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വളരെ കുറച്ച് ഫോളോവേഴ്സല്ലേ ഉള്ളൂ. ഫോളോവേഴ്സ് കുറച്ച് കൂടുതലുണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമാണ്, അത്രേ ഉള്ളൂ. ടർട്ടിൽ വൈന് കൊടുക്കേണ്ട കെയറുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മഞ്ഞളിപ്പ് വരാതിരിക്കാൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ എല്ലാ കെയറും കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരുന്ന സമയത്തായിരിക്കും പലപ്പോഴും കിളികൾ വന്നിട്ട് കൂട് കൂട്ടുക. ഇങ്ങനെ കിളികൾ വരുന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കും, ഇവനെന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്നൊക്കെ പലരും മനസ്സ് വിചാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കിളികളുടെ ഒരു കോമൺ ശത്രുവാണ് പാമ്പുകൾ. കിളികൾ എവിടെയും കൂട് കൂട്ടിരിക്കുകയോ അല്ലെങ്കിൽ മുട്ടയിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പാമ്പുകളുടെ ശല്യം വളരെ കൂടുതലാണ്. മരത്തിൻ്റെ മുകളിലേക്കാണ് കൂടെങ്കിലും പാമ്പുകൾ മരത്തിലൊക്കെ വലിഞ്ഞു കയറിയിട്ട് ഈ കൂടിനെ ആക്രമിക്കാനും അതിലെ കിളികളെ തക്കം കെട്ടിയാൽ അകത്താക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ലവ് ബേർഡ്സിനെ വളർത്തുന്ന ആളുകൾ, കാടകൃഷി ചെയ്യുന്ന ആളുകൾ ഇവരെപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് പാമ്പുകൾ പലപ്പോഴും കൂടിനടിയിലൊക്കെ വന്നിരിക്കുക, അല്ലെങ്കിൽ ചേര പോലെ വിഷമില്ലാത്ത പാമ്പുകളൊക്കെ നെറ്റിന് സമീപം വന്ന് പതിഞ്ഞിരിക്കുന്നതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടർട്ടിൽ വൈനിൽ ഓലഞ്ഞാലിയോ അല്ലെങ്കിൽ തേൻ കുരുവികളൊക്കെ വന്ന് കൂട് കൂട്ടുന്നുണ്ടെങ്കിൽ പാമ്പുകൾ വരാനും, തേച്ച് പെയിന്റ് അടിച്ച് മിനുസാക്കിയിട്ടുള്ള ചുമരിലൂടെയൊക്കെ പാമ്പ് സിഗ്സാഗ് രീതിയിലൊക്കെ വലിഞ്ഞു കയറിയിട്ട് ചാടിയിട്ടാണ് നിങ്ങളുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലേക്ക് എത്തിവിടുക. നമ്മൾ ഉയരത്തിലാണ് വെച്ചത്, അതുകൊണ്ട് പാമ്പ് കയറില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും പാമ്പുകൾ വലിഞ്ഞു കയറുക. ഇനി പാമ്പിന് ഈ ഒരു ടർട്ടിൽ വൈനിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ അതിന് താഴെ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾക്കിടയിലും പാമ്പ് സ്ഥിര താമസാക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ടർട്ടിൽ വൈനിൻ്റെ അടിയിൽ ഒരിക്കലും ഒരുപാട് കാട് പിടിക്കുന്ന രീതിയിലുള്ള ചെടികൾ വെക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം കിളികൾ നന്നായിട്ട് നമ്മുടെ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ടർട്ടിൽ വൈനിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ബുഷായിട്ടുള്ള നിലം കാണാത്ത രീതിയിലുള്ള ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ പാമ്പ് വന്നിട്ട് തക്കം പാർത്തിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടയ്ക്ക് നമ്മൾ ചെടികൾക്കടിയിൽ മണ്ണെണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പാമ്പിൻ്റെ സാന്നിധ്യം ഒഴിവാക്കിയെടുക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. മണ്ണെണ്ണ സ്പ്രേ ചെയ്യുമ്പോൾ ഒരിക്കലും ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ചെടികൾക്കിടയിൽ ഒന്നും സ്പ്രേ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെടിയിലായി കഴിഞ്ഞാൽ നമ്മുടെ ചെടി മൊത്തം നശിച്ചു പോകും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി മണ്ണിൽ മാത്രം മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചില സമയങ്ങളിൽ കിളികളൊക്കെ വരുന്നുണ്ടെങ്കിൽ പാമ്പ് ടർട്ടിൽ വൈനിൽ കയറിയിരിക്കാനും കുറച്ച് സമയം കഴിയുമ്പോൾ അതിന് ഇറങ്ങി പോകാനൊക്കെ സാധ്യതയൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റില്ല പാമ്പ് നമ്മുടെ ടർട്ടിൽ വൈനിൽ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊന്നും. ചിലപ്പോൾ പാമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പാമ്പുകൾ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. ടർട്ടിൽ വൈൻ വെച്ചിരിക്കുന്ന ഹാങ്ങിങ് ബാസ്ക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടർട്ടിൽ വൈൻ്റെ വള്ളികൾ മുറിഞ്ഞ് വീണ് കിടക്കുക, അല്ലെങ്കിൽ ടർട്ടിൽ വൈൻ്റെ ചില പോർഷൻസ് മുറിഞ്ഞു പോയിരിക്കുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിലെന്തോ ബലമുള്ള എന്തോ സാധനം വന്ന് വീണിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ സാധനം ഇതിൽ വലിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് തൂങ്ങുന്ന സമയത്താണെങ്കിൽ ടർട്ടിൽ വൈനുകളെല്ലാം അപ്പാടെ മുറിഞ്ഞ് താഴോട്ടൊക്കെ വീഴുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പാമ്പ് വന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് വലിച്ചതാണോ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മൾ താഴെയൊക്കെ നന്നായിട്ട് മണ്ണെണ്ണയൊക്കെ സ്പ്രേ ചെയ്തിട്ട് ചെടിച്ചട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ നീക്കി നോക്കുക. അടിയിൽ മറ്റ് പാമ്പുകളോ ഒന്നും ഒളിഞ്ഞിരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിന് താഴെയെല്ലാം നന്നായിട്ട് മണ്ണെണ്ണയൊക്കെ സ്പ്രേ ചെയ്ത് നമ്മുടെ ഒരു കോമ്പൗണ്ട് മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മൾ ക്ലീൻ ചെയ്യാതെ അശ്രദ്ധമായിട്ട് ഇട്ടിരിക്കുന്ന കോമ്പൗണ്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിന് എവിടെയെങ്കിലും വിള്ളലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്ന് അത് ക്ലിയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതാണ്. കിളികൾ വരുന്നുണ്ടെങ്കിൽ കിളികളെ നമ്മൾ അവിടുന്ന് അകറ്റി നിർത്തുക. നമ്മൾ അവയെ ഓടിച്ചെന്ന് വെച്ചിട്ട് അവിടെ കൂട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവർ അനാഥാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു വേണ്ട. നമുക്കും നമ്മുടെ ഫാമിലിക്കും വേണ്ടി കുറച്ച് കാര്യങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. അപ്പോൾ എനിക്ക് കിളികളോട് എന്ത് ദേഷ്യമുണ്ട് വൈരാഗ്യം ഉണ്ടെന്നൊന്നും മനസ്സിൽ വിചാരിച്ചേക്കരുത്. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഒരു സേഫ്റ്റിയെ ഓർത്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാലമൊക്കെ ആകുമ്പോൾ പാമ്പുകളുടെ ഒരു ശല്യം കൂടി വരാനൊക്കെ സാധ്യത കൂടുതലാണ്.
നല്ല പ്ലാന്റ് ആണ് ടർട്ടിൽ വൈൻ. ഈ ഒരു കാരണം കൊണ്ട് നശിപ്പിക്കാനോ അല്ലെങ്കിൽ എടുത്തു മാറ്റാനോ നിൽക്കേണ്ട നല്ല പ്ലാന്റ് അല്ലേ. അപ്പോൾ അത് നശിപ്പിക്കുന്നു വേണ്ട. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാമ്പുകളെ നമുക്ക് അകറ്റിയെടുത്താന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയാനുണ്ടെന്ന്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.